കോൺഗ്രസിലെ മുഖ്യമന്ത്രി പോര് തെരുവിലേക്കും. വി ഡി സതീശനായി എരുമേലി പമ്പാവാലിയിൽ പന്തം കൊളുത്തി പ്രകടനം. വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് തയ്യാറാകണം എന്ന് ആവശ്യം. മുൻ പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള ആളുകൾ പ്രകടനത്തിന്റെ ഭാഗമായി. സതീശനെ പിന്തുണച്ച് കോട്ടയം പ്രസ് ക്ലബിന് മുന്നിൽ ഫ്ലെക്സ് ബോർഡും ഉയർന്നു. കേരള ജനതയെ കഴിഞ്ഞ 2021 മുതൽ പ്രതിപക്ഷ നേതാവ് ആയിരുന്നുകൊണ്ട് കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പിലും വൻ ഭൂരിപക്ഷത്തോടെ UDF-ന് വിജയം നൽകി. ഇന്ന് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100-ൽ മുകളിൽ പ്രവചിച്ചതിനപ്പുറമായി 102 സീറ്റ് പിടിച്ചുകൊണ്ട് കേരളത്തെ UDF-നെ കോൺഗ്രസിനെ കൈപിടിച്ച് തല ഉയർത്തി നിർത്തിയ വി ഡി സതീശൻ തന്നെയായിരിക്കണം കേരളത്തിന്റെ മുഖ്യമന്ത്രി. നേതൃത്വത്തിന് നൽകുന്ന ഒരു വാണിംഗ് ആണ് ഇവിടുത്തെ ഈ സാധാരണക്കാരായ ആളുകൾ ഈ രാത്രി സമയത്ത് ഇങ്ങനെയൊരു പ്രകടനം, ഇങ്ങനെയൊരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശനെ കാണുവാൻ കേരളത്തിലെ മുഴുവൻ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരും ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഷിനോജ് വിവരങ്ങളുമായി ചേർന്നിട്ടുണ്ട്. ഷിനോജ്, വളരെ പരസ്യമായി ഈ കാര്യങ്ങളൊക്കെ രംഗത്തേക്ക് വരുന്നു. പന്തം കൊളുത്തി പ്രകടനം അടക്കം നടത്തുകയാണ് ഒരാൾക്ക് വേണ്ടി. അതിനിടയിൽ തന്നെയാണ് AICC-യിൽ നിന്നും നിരീക്ഷകർ ഇന്നെത്തി വൈകുന്നേരത്തോടെ ഇവരോടൊക്കെ സംസാരിച്ച് അനുകൂല തീരുമാനമെടുക്കുകയും ചെയ്യുക. എന്താണ് വിശദാംശങ്ങൾ? മൊത്തം ഈ കോൺഗ്രസിലെ മുഖ്യമന്ത്രി പോര് അത് ആദ്യം സോഷ്യൽ മീഡിയയിലായിരുന്നു, തുടർന്ന് ഫ്ലക്സ് ആയി. അത് മറ്റൊരു തലത്തിലേക്ക്, ഒരു പന്തം കൊളുത്തി പ്രകടനത്തിലേക്കും പ്രതിഷേധത്തിലേക്കും ഒക്കെ തന്നെ കാര്യങ്ങൾ എത്തുകയാണ്. വി ഡി സതീശന് വേണ്ടിയാണ് ഇന്നലെ എരുമേലി പമ്പാവാലിയിൽ ഇത്തരത്തിൽ 100ഓളം വരുന്ന പ്രവർത്തകർ ഈ പ്രകടനത്തിന്റെ ഭാഗമായി ചേർന്നത്. വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി വരണം, കാരണം 100 സീറ്റിലധികം നേടി UDF-നെ അധികാരത്തിലേക്ക് എത്തിച്ചത് വി ഡി സതീശനാണ് തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് എരുമേലി പമ്പാവാലിയിൽ ഇന്നലെ രാത്രി നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പന്തം കൊളുത്തി പ്രകടനം നടന്നത്. എന്തായാലും അത്തരത്തിൽ പുതിയ തരത്തിലുള്ള പ്രതിഷേധ മാർഗങ്ങളിലേക്കും പ്രകടനങ്ങളിലേക്കും ഒക്കെ തന്നെ കോൺഗ്രസിലെ മുഖ്യമന്ത്രി പോര് മാറുകയാണ്. അതിനൊപ്പം തന്നെ ഈ ഫ്ലക്സും കോട്ടയത്ത് അവിടെ ഇവിടങ്ങളായി ഉയരുന്നുണ്ട്. KC വേണുഗോപാലിന് വേണ്ടി, രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി, വി ഡി സതീശന് വേണ്ടിയൊക്കെ തന്നെ ഫ്ലക്സും ഉയരുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം നഗരത്തിലാണ്. കോട്ടയം KSRTC ബസ് ടെർമിനലിന് മുൻപിലാണ്. നിരവധി ആളുകളൊക്കെ തന്നെ വന്നു പോകുന്ന ഇടമാണ്. ആ ഇടത്തിന് മുൻപിലാണ് ഇപ്പോൾ വി ഡി സതീശന് വേണ്ടി ഇപ്പോൾ ഒരു ഫ്ലക്സ് ഉയർന്നിരിക്കുന്നത്. വി ഡി സതീശൻ നിലപാടുകളുടെ രാജകുമാരൻ എന്ന പേരിലാണ് ഇപ്പോൾ ഈ ഫ്ലക്സ് ഉയർന്നിരിക്കുന്നത്. കോട്ടയം പ്രസ് ക്ലബിന്റെ മുന്നിലായിട്ടാണ് ഈ ഫ്ലക്സ് വന്നിരിക്കുന്നത്. കോട്ടയം മഹാത്മാഗാന്ധി UNI യൂണിയൻ KSU വർക്കേഴ്സ് എന്ന പേരിലാണ് ഇപ്പോൾ ഈ ഫ്ലക്സ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. നേരത്തെയും കോട്ടയത്ത് വി ഡി സതീശന് വേണ്ടി പലതരത്തിൽ ഫ്ലക്സുകളൊക്കെ തന്നെ ഉയർന്നിട്ടുണ്ടായിരുന്നു. പട നയിച്ചവൻ പട നയിക്കട്ടെ തുടങ്ങിയ ക്യാപ്ഷനോട് കൂടിയൊക്കെ ആയിരുന്നു ആ തരത്തിൽ ഫ്ലക്സുകളൊക്കെ തന്നെ പ്രത്യക്ഷപ്പെട്ടത്. ഇപ്പോൾ വി ഡി നിലപാടുകളുടെ രാജകുമാരൻ എന്ന പേരിൽ ഒരു ഫ്ലക്സ് കോട്ടയം നഗരത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനെ പലയിടങ്ങളിൽ ഇത്തരത്തിൽ ഫ്ലക്സും പോസ്റ്ററും ഒക്കെ തന്നെ ഉയരുന്നുണ്ട്. എന്തായാലും പാർലമെന്ററി പാർട്ടി യോഗം ചേരാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. എന്തായാലും ആ സമയത്തും 3 നേതാക്കൾ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള ചരട് വരികൾ പലയിടങ്ങളിൽ പല വഴികളിലൊക്കെ തന്നെ തുടരുകയാണ്.